നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ജീവൻ രക്ഷിക്കാൻ കൊണ്ടുവന്ന പദ്ധതി ജീവിതം നശിപ്പിക്കുന്നതായി പരാതി. വഴിനീളെ AI ക്യാമറ വെച്ച് സർക്കാരിനോട് പണം ചോദിച്ച് മടുത്ത കെൽട്രോൺ കോടതിയിൽ പോയിരിക്കുകയാണ്. റോഡുകളിൽ വാഹനയാത്രക്കാർ നടത്തുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്തി തടയുന്നതിനും തെരുവിൽ വാഹന അപകടങ്ങൾ മൂലം മരണമടയുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനും നമ്മുടെ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് AI ക്യാമറ സ്ഥാപിക്കൽ. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഹൈവേകളിൽ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ സാമ്പത്തിക ചെലവുണ്ടാവുന്ന ഈ പദ്ധതി ലോക അത്ഭുതമായി മാറും എന്ന് ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. സ്ഥാപിച്ച ക്യാമറകളിലെല്ലാം നിരത്തിലൂടെ ഓടുന്ന വണ്ടികളുടെ എല്ലാ പടങ്ങളും എടുക്കുകയും കൈമാറ്റലും നടത്തുന്നുണ്ട്. എന്നാൽ നിയമലംഘനം നടത്തുന്ന വാഹന ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ശിക്ഷ ഈടാക്കുന്ന പദ്ധതി ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ തിരുവനന്തപുരം കെൽട്രോണാണ് ഇതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തത്. പദ്ധതിയുടെ കരാർ പ്രകാരം കെൽട്രോണിന് തവണകളായി നൽകേണ്ട തുക സർക്കാർ നൽകാത്തതിൻ്റെ പേരിൽ നിയമനം തെറ്റിക്കുന്നവർക്ക് നോട്ടീസ് അയക്കാൻ പോലും പണമില്ലാത്ത ഗതികേടിലാണ് കെൽട്രോൺ കുടുങ്ങിക്കിടക്കുന്നത്. ഇതുവരെ കുടിശ്ശികയായി 3-4 തവണകളിലെ തുക അനുവദിച്ച് കിട്ടണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം ലഭിക്കാത്ത സ്ഥിതി വന്നപ്പോൾ കെൽട്രോൺ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 80% ആൾക്കാരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. ഇരുചക്ര വാഹനങ്ങളാണ് ഇതിൽ കൂടുതലും. മറ്റു വാഹനങ്ങളും നിരവധിയായി ഓടുന്നുണ്ട്. ഈ ഓടുന്ന വണ്ടികളിൽ ഗതാഗത നിയമലംഘനമുണ്ടായാൽ ക്യാമറ വഴി കണ്ടുപിടിച്ച് അതിൻ്റെ വണ്ടി ഉടമസ്ഥരുടെ മേൽ നടപടിയെടുത്ത് പിഴ ഈടാക്കി പദ്ധതി ലാഭകരമായി നടത്തുന്നതായിരുന്നു ഉദ്ദേശം. 5 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ പിഴ ഇനത്തിൽ 424 കോടി രൂപ പിരിഞ്ഞു കിട്ടും എന്ന കണക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ 300 കോടിയോളം രൂപയ്ക്കുള്ള പിഴ ഈടാക്കാനാണ് നോട്ടീസ് വ്യക്തികൾക്ക് നൽകിയതെങ്കിലും ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് വെറും 64 കോടി രൂപ മാത്രമാണ്. ഇതാണ് കെൽട്രോണിനെ അപകടത്തിൽപ്പെടുത്താൻ കാരണം. പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് കെൽട്രോൺ 165 കോടി രൂപ മുടക്കിയിട്ടുണ്ട് എന്നാണ് കണക്ക്. പദ്ധതി പ്രകാരം കേരളത്തിൽ മുഴുവനായി 726 നിർമ്മിത ബുദ്ധി ക്യാമറകളാണ് കെൽട്രോൺ സ്ഥാപിച്ചത്. ഈ പദ്ധതി നടപ്പാക്കുന്ന തീരുമാനം വന്നപ്പോൾ തന്നെ ക്യാമറ സ്ഥാപിക്കലിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടായി എന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നതാണ്. പദ്ധതിയുടെ അഴിമതി ചൂണ്ടിക്കാട്ടി കരുനാഗപ്പള്ളി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അഴിമതി വിരുദ്ധ സംഘടനയാണ് വിജിലൻസിന് കേസുമായി രംഗത്തെത്തിയത്. ഗുണനിലവാരമില്ലാത്ത ക്യാമറകൾ വാങ്ങിയതും ടെൻഡറിൽ തിരിമറി നടത്തിയതും മോശം കമ്പ്യൂട്ടറിൽ മറ്റും വാങ്ങിയതുമൊക്കെ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന് അന്ന് അവർ നൽകിയ പരാതി. ഏതായാലും ക്യാമറ നടപ്പിലാക്കുകയും 300 കോടിയോളം രൂപ ചെലവാക്കുകയും ചെയ്തുവെങ്കിലും ഉദ്ദേശിച്ച ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ക്യാമറ സ്ഥാപിച്ച ശേഷം റോഡ് അപകടങ്ങളും മരണങ്ങളും കൂടി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അപകടങ്ങളും മരണങ്ങളും കൂടി എന്ന കണക്ക് പറയുന്നത് നമ്മുടെ പോലീസ് വകുപ്പാണ്. ഇതാണ് യഥാർത്ഥ ഫലമെങ്കിൽ പൊതുജനത്തിൻ്റെ നികുതി പണമായ 300ഓളം കോടി രൂപ പാഴാക്കേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നന്ദി.